ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. കർത്താവിൽ നിന്നും അതിന് പ്രതിഫലം ലഭിക്കും. ഈ സങ്കീർത്തനത്തിലൂടെ 41-ാം സങ്കീർത്തനത്തിൽ നിന്നെടുത്ത ഈ തിരുവെഴുത്ത് ശത്രുക്കളാലും വിശ്വസ്തനായ ഒരു സുഹൃത്തിനാലും മുറിവേറ്റ സങ്കീർത്തകൻ്റെ വിലാപമാണ്. വിശ്വാസ വഞ്ചനയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യസന്ധമായ വെളിപ്പെടുത്തൽ, തനിക്കെതിരെ തിരിഞ്ഞ ഒരു അടുത്ത സുഹൃത്തിൻ്റെ വ്യാജ വാക്കുകളുടെയും രഹസ്യ ഗൂഢാലോചനകളുടെയും ഫലമായ വേദനയെ ആണ് സങ്കീർത്തകൻ ഈ സങ്കീർത്തനത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഇന്ന് നിന്റെ നാശത്തിനായി കാത്തിരിക്കുകയും നിന്നോട് ദയയുള്ള വാക്കുകൾ സംസാരിക്കുകയും എന്നാൽ ഹൃദയത്തിൽ തിന്മ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നവരെ, അവർ നിനക്കെതിരെ തിന്മ ആലോചിക്കുകയും ഏറ്റവും മോശമായ കാര്യങ്ങൾ നിനക്കായി സങ്കല്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഏറ്റവും കഠിനമായ വേദന വരുന്നത് ഒരു ഉറ്റ സുഹൃത്തിൽ നിന്നും ആയിരിക്കാം. നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ സന്തോഷത്തിൽ നാം ചേർത്ത് നിർത്തിയ വ്യക്തിയിൽ നിന്നായിരിക്കാം ഇന്ന് നാം ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത്. ഇപ്പോൾ അവർ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. പലർക്കും അറിയാവുന്ന ഒരു വേദനയാണ്, ഒരു ദുഃഖമാണ് ഇത്. ഇപ്പോൾ പ്രാർത്ഥിക്കുകയും തകർന്ന വിശ്വാസവും ദയയില്ലാത്ത വാക്കുകളും നൽകിയ ഹൃദയമുറിവുകൾ പേറുന്ന ഏതൊരാൾക്കും ഈ പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്താനാകും. ഈ തിരുവചനത്തിൽ ആശ്വാസം കണ്ടെത്താനാകും. ഇന്ന് എല്ലാ രഹസ്യങ്ങളും കാണുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ഓരോരുത്തരുടെയും വേദനയെ സമർപ്പിക്കാം. പ്രതികാരം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ഈ രാത്രി, ഈ ദിവസം അവസാനിക്കുന്ന സമയം നാം വിശ്വസിക്കാൻ നമ്മുടെ ചങ്കായി കരുതിയവർ നമുക്ക് നൽകിയ നമ്മുടെ വേദനകളും നിരാശകളും ദൈവത്തിലേക്ക് കൊണ്ടുവരാം. കൂടെ നിന്നവർ നമുക്കുണ്ടാക്കിയ മുറിവുകളെ ഈ രാത്രി കർത്താവിൻ്റെ കൈകളിൽ സമർപ്പിച്ച് നമ്മെ മുറിപ്പെടുത്താത്ത, നമുക്ക് വേണ്ടി സ്വയം മുറിപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിലേക്ക് നമ്മുടെ ഹൃദയ മുറിവുകളെ ചേർത്ത് വെച്ച് ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിന് വിശ്വാസത്തോടെ ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്റെ മുറിവുകളെ വെച്ചുകെട്ടുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ വേദനയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, പ്രതികാരത്തിൻ്റെ മനസ്സ് ദൈവത്തിൽ ഏൽപ്പിച്ച്, കർത്താവേ, എനിക്ക് പ്രതികാരം ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് തുറന്നു പറഞ്ഞ് ദൈവത്തിൽ ശരണം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിൻ്റെതാണ്. നാം പ്രതികാരം ചെയ്യരുത്. കർത്താവിൻ്റെ കാരുണ്യവും ദയയും അഭിവൃദ്ധിയും നമുക്കുണ്ടാകാൻ നാം ഒരിക്കലും പ്രതികാരം ചെയ്യുന്നവരാകരുത്. മറിച്ച് പ്രതികാരം ചെയ്യുന്ന ദൈവത്തിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കട്ടെ. നിന്നെ മുറിപ്പെടുത്തിയവരോടും കർത്താവ് കരുണ കാണിക്കട്ടെ. അപ്പോൾ നിന്റെ അനുഗ്രഹം ഇരട്ടിയാകും. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നിന്നെ അലട്ടുന്ന രോഗങ്ങളെയും അസ്വസ്ഥതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ അസ്വസ്ഥതകളെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകും. നിന്റെ രോഗത്തിന് ഈ പ്രാർത്ഥനയിലൂടെ നിനക്ക് സൗഖ്യം കിട്ടും. നിന്റെ നിരാശ മാറിപ്പോകും. നിന്റെ ദുഃഖം ഇല്ലാതെയാകും. നിന്നെ സ്നേഹിക്കുന്ന കർത്താവിലേക്ക് നീ തിരിയുക. തീർച്ചയായും അവിടുന്ന് നിനക്ക് സൗഖ്യം നൽകും. അവിടുന്ന് നിനക്ക് ശക്തി പ്രദാനം ചെയ്യും. അവിടുന്ന് നിനക്ക് ഇരട്ടി അഭിവൃദ്ധി നൽകും, അഭിഷേകം നൽകും, നന്മ പകർന്നു തരും. വിശ്വസിക്കുക. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തെ
കോപത്തിൽ നിന്നും, ശത്രുതയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കി എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 41, 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു. അവൻ എപ്പോൾ മരിക്കും? അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതെയാകും? എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു, എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു. എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന് എന്നെക്കുറിച്ച് പിറുപിറുക്കുന്നു. അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു. മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു. അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്കോരോരുത്തർക്കു വേണ്ടി, എനിക്ക് വേണ്ടി മുറിവേറ്റ ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ ഹൃദയമുറിവുകളെ അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും, ഞങ്ങൾ കൂടെ കൂട്ടി സ്നേഹിച്ചവരുടെ ദയയില്ലാത്ത വാക്കുകൾ, കുറ്റാരോപണങ്ങൾ, രഹസ്യ ഗൂഢാലോചനകൾ എല്ലാം കർത്താവേ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മാനസിക വ്യഥകളെ, ഹൃദയമുറിവുകളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചേർത്ത് നിർത്തിയവർ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് പുറന്തള്ളി മുന്നിൽ പോകുമ്പോൾ ഉള്ള വേദനയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചിരുന്നവർ ഞങ്ങൾക്കെതിരെ വിമർശനങ്ങൾ പറഞ്ഞു പരത്തുന്നു. അതോർത്ത് ഞങ്ങൾ ദുഃഖിതരാണ്. കർത്താവേ, ഞങ്ങൾ ഒത്തിരിയധികം സ്നേഹിച്ച് കൂടെ നിർത്തിയവർ, ഞങ്ങൾക്കുള്ളതെല്ലാം പങ്കുവച്ച് കൂടെ നിർത്തിയവർ ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളായി തിരിഞ്ഞ് ഞങ്ങളെ ബഹുമാനിക്കുന്നവരെ, ഞങ്ങളെ അംഗീകരിക്കുന്നവരെ അതിൽ നിന്നും പിന്മാറ്റി ഞങ്ങൾക്കെതിരെ ശത്രുക്കളെ നിരത്തുന്നവർക്കെതിരെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. കർത്താവേ, ഇന്ന് അവർ നൽകിയ മുറിവുകളെ, അവർ നൽകിയ മുറിവേറ്റ ഓർമ്മകളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ മുറിപ്പെടുത്തിയ ഓർമ്മകൾ, സംഭവങ്ങൾ, വ്യക്തികൾ, വാക്കുകൾ, സാഹചര്യങ്ങൾ എല്ലാം ഈ രാത്രിയിൽ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾക്ക് ആരോടും പ്രതികാരം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനാണ്. കർത്താവേ, നിന്റെ മുറിവേറ്റ ഹൃദയത്തിലേക്ക് ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിപ്പാടുകളെ സമർപ്പിക്കുന്നു. പ്രതികാരം ദൈവത്തിൻ്റെതാണ് എന്ന് അരുളിച്ചെയ്ത കർത്താവേ, ഞങ്ങൾക്ക് ഉള്ള പ്രതികാര ചിന്തകളെ മാറ്റി, ശത്രുതാ മനോഭാവം മാറ്റി, നീരസവും വിദ്വേഷവും മാറ്റി മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളെ മുറിപ്പെടുത്തിയവരോട് കരുണ കാണിക്കാനുള്ള ദൈവികമായ ഹൃദയം നൽകി, മനസ്സ് നൽകി, ദൈവസ്നേഹം കൊണ്ട് നിറച്ച്, അവിടുത്തെ കാരുണ്യം കൊണ്ട് നിറച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നരുളി ചെയ്ത ഈശോനാഥ, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിന്നെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ ഈ തിരുവചനം ഞങ്ങളിൽ നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. നിന്റെ തിരുവചനങ്ങൾ അനുസരിക്കാനുള്ള കൃപ നൽകി അതിൽ സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചിരുന്നവർ ഞങ്ങൾക്ക് നൽകിയ വേദനകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഞങ്ങളെ ഒരിക്കലും മുറിപ്പെടുത്താത്ത മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഉടമയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയമുറിവുകളെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തി നിന്റെ അത്ഭുത സൗഖ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച്
കുരിശുമരണം പ്രാപിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് നിന്നിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കണ്ട് പരിപൂർണ സൗഖ്യം നൽകി ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ മുറിപ്പെടുത്തിയവരോട്, വിശ്വാസവഞ്ചന കാണിച്ചവരോട്, ഞങ്ങളെ ഒറ്റിക്കൊടുത്തവരോട്, ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരോട്, ഞങ്ങളെ മാറ്റി നിർത്തിയവരോടെല്ലാം ക്ഷമിക്കാനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ ഹൃദയമാക്കി, ക്രിസ്തുവിൻ്റെ ഹൃദയമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ, സാമ്പത്തിക കടബാധ്യതകളെ, അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ, ജോലിയിലുള്ള പ്രശ്നങ്ങളെ, വരുമാന മാർഗത്തിൻ്റെ തടസ്സങ്ങളെ, അവരെ വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും, അവരെ വേദനിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നീ ഈ മക്കളോട് കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപാലുവായ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിച്ച് ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കാനുള്ള ക്ഷമയുടെ ഹൃദയം നൽകി, ദൈവസ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ നിരാശ മാറ്റി, ഭയം കൂടാതെ, വിദ്വേഷവോ ശത്രുതയോ കൂടാതെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് കരുണാമയനായ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്ത് അവിടുത്തെ സ്നേഹത്തെ ധ്യാനിച്ച് ഉറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ഒരു ഉറക്കം നൽകി, സമാധാനപരമായ ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളെല്ലാം അങ്ങയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ ഒരു വലിയ അത്ഭുതം ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെല്ലാം വെച്ചുകെട്ടി സൗഖ്യം നൽകി, ഹൃദയത്തിന് പൂർണ്ണ ആരോഗ്യം നൽകി, ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സന്തോഷവും നൽകി, ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം എടുത്തു മാറ്റി, നിരാശ എടുത്തു മാറ്റി, ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് കർത്താവ് നിന്നെ നിറയ്ക്കട്ടെ. നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങൾ
പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.